അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിൽ വൻ തട്ടിപ്പെന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം. ഇതിനു പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലാണോ എന്ന് അന്വേഷിക്കണം. പണം എവിടെ നിന്ന് സമാഹരിച്ചു എന്നതും അന്വേഷിക്കണമെന്ന് വി ടി ബൽറാം ആവശ്യപ്പെട്ടു. വി ടി ബൽറാം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, ഏറ്റവും ഒടുവിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് അർജന്റീന ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ മന്ത്രി പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന തരത്തിലാണ് ഇപ്പോൾ അവരുടെ ഫെഡറേഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആരാധകർ വലിയ നിരാശയിലാണ്. ഇതൊരു തട്ടിപ്പാണെന്ന് ഭൂരിപക്ഷം ആളുകളും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനുള്ളത്, മെസ്സിയെ കൊണ്ടുവരാമെന്നല്ല ആദ്യം തന്നെ മന്ത്രിയും സർക്കാരും അതുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരും ഒക്കെ പറഞ്ഞിരുന്നത്. അർജന്റീനിയൻ നാഷണൽ ടീമിനെ ഇവിടെ കൊണ്ടുവരികയും അവരുടെ ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരം ഇവിടെ വെച്ച് സംഘടിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. അതിൽ നിന്ന് മാറി ഇപ്പോൾ മെസ്സി പോലും വരില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ അത് അങ്ങേയറ്റം നിരാശാജനകമാണ്. ഇപ്പോൾ വേൾഡ് കപ്പിലേക്ക് പോവുകയാണ് അർജന്റീനിയൻ ടീം വീണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കളിക്കാരുടെ എന്താ പറയുക, ഇഞ്ചുറി ഉണ്ടാവാതിരിക്കുക എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫിഫ സ്റ്റാൻഡേർഡിൽ ഈ അർജന്റീനിയൻ ടീമിനെ പോലുള്ള ടീമിന് കളിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ, ഒരു ഗ്രൗണ്ട് ഉണ്ടോ, വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടോ അവരൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള അവസ്ഥയിൽ അന്വേഷിക്കേണ്ടതല്ലേ? കാരണം മന്ത്രിയുടെ യാത്ര അടക്കം മന്ത്രി പറഞ്ഞ് മെസ്സിയെ കാണാനോ ടീമിനെ കാണാനോ അവിടെ പോയതെന്നാണ് പറയുന്നത്. മന്ത്രി ഇങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അർജന്റീനിയൻ ടീം എന്ന് പറയുന്നു, പിന്നെ മെസ്സി എന്ന് പറയുന്നു, ഇപ്പം മെസ്സിയെ കാണാനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിരവധി രാജ്യങ്ങളുമായിട്ട്, ഓസ്ട്രേലിയ അടക്കമുള്ള നിരവധി രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു യാത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോലും കേരളം വഞ്ചിച്ചു എന്ന പേരിൽ വലിയൊരു നാണക്കേടായി കേരളത്തിന് അന്തർദേശീയ തലത്തിൽ ഇത് മാറിയിരിക്കുകയാണ്.